മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. കുറച്ചു മുമ്പ് ജയിൽ നോമിനേഷനിൽ വെച്ച് അനുമോളുടെ കള്ളത്തരവും നാടകവും എല്ലാം പൊളിച്ചടുക്കിയിരുന്നു നെവിൻ. ഇപ്പോൾ നെവീനും സാബുമാനും അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. സാബുമാൻ പറയുന്നത്, ടാസ്ക് ചെയ്യുമ്പോൾ നമ്മളോട് വന്ന് അനുമോള് പറയും സത്യസന്ധമായി ചെയ്യണമെന്ന്. എന്നിട്ട് അവൾക്ക് സത്യസന്ധതയില്ല. എനിക്ക് തോന്നുന്നു അനുമോളും സാബുമാനും കൂടി ഒരുമിച്ച് ചെയ്ത ഒരു ടാസ്ക് ആയിരുന്നു ആ ഫാക്ടറി ബോട്ടിൽ ടാസ്ക്. രണ്ടുപേരും ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസറായിരുന്നു. അതിനെക്കുറിച്ചാണ് സാബുമാൻ ഇപ്പോൾ പറയുന്നത്. എന്നിട്ട് സാബുമാൻ തന്നെ പറയുന്നത്, സമ്മതിക്കില്ല അനുമോള്, പഠിച്ച കള്ളിയാ, പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. ഇതൊക്കെ സാബുമാൻ നെവീനോടാണ് പറയുന്നത്. അപ്പോൾ നെവീൻ പറയുന്നുണ്ട്, നിന്റെ ഇഷ്ടം, ഞാനൊന്നും പറയില്ല, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള 11 പേരെയും എനിക്ക് പ്രീതിപ്പെടുത്തണമെന്നില്ല, എനിക്ക് ഓഡിയൻസിനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്, അത് ഞാൻ ചെയ്യുന്നുമുണ്ട്. ഇവളുമാരെയൊക്കെ പ്രീതിപ്പെടുത്തി നിന്നിട്ട് എനിക്കെന്ത് കിട്ടാനാ? എന്തായാലും സാബുമാൻ നെവീനോട് പറയുന്നത്, ഇന്നലെ രാത്രി ഇവർ 3 പേരും കട്ട പ്ലാനിങ് ആയിരുന്നു. മൈക്കൊക്കെ മാറ്റിവെച്ച് ആരെ നോമിനേഷനിൽ കൊണ്ടുവരണമെന്ന് ഇവർ ചർച്ചയായിരുന്നു. ഉടനെ നെവീൻ പറയുന്നത്, അതെനിക്ക് മനസ്സിലായി, അതുകൊണ്ട് തന്നെയാണ് നൂറ നോമിനേഷനാണെന്ന് അറിഞ്ഞപ്പോൾ ഓടി വന്ന് ഏറ്റവും അറ്റത്തിരുന്നത്. ആ പ്ലാൻ തകർക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഏറ്റവും അറ്റത്ത് പോയിരുന്നത്. അപ്പോൾ സാബുമാൻ പറയുന്നത്, ഞാനും അറ്റത്ത് വന്നിരുന്നിൽ അനുമോൾ എന്നെ നോമിനേറ്റ് ചെയ്യില്ലായിരുന്നു. അതിന് നെവീൻ പറയുന്നത്, ഇവർ പ്ലാൻ ചെയ്താണ് നോമിനേറ്റ് ചെയ്തത് എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് അനുമോളും നൂറയും എൻ്റെ പേര് തന്നെ പറഞ്ഞത്. 2 വോട്ട് കിട്ടിയാൽ ഞാൻ നോമിനേഷൻ വരുമല്ലോ. എന്തായാലും ബിഗ് ബോസ് ഓപ്പൺ നോമിനേഷൻ നടത്തിയ ആ ഒരു രീതി എനിക്കിഷ്ടപ്പെട്ടില്ല. ബിഗ് ബോസ് തന്നെ ഡിഫറെൻറ്റ് ആളുകളെ വിളിക്കണമായിരുന്നു. ഇത് സോഫയുടെ ഒരറ്റത്ത് നിന്നും തുടങ്ങിയത് എനിക്കിഷ്ടപ്പെട്ടില്ല. ഉടനെ സാബുമാനും പറയുന്നത് അതുതന്നെയാണ്. ശരിയാണ്, ഓപ്പൺ നോമിനേഷൻ അൺഫെയർ ആയിട്ടാണ് എനിക്കും തോന്നിയത്. കാരണം എല്ലാവരും വോട്ട് നോക്കിയാണ് ഓരോരുത്തർക്കും വോട്ട് കൊടുത്തത്. അതായത് ആർക്കെങ്കിലും ഒരു വോട്ടുണ്ടെങ്കിൽ അടുത്ത വ്യക്തിയും ആ ആളുടെ പേര് തന്നെ പറയും. അപ്പോൾ ആ വ്യക്തിക്ക് 2 വോട്ട് കിട്ടി നോമിനേഷനിൽ വരും. സീക്രട്ട് നോമിനേഷൻ ആണെങ്കിൽ, അതായത് കൺഫെക്ഷൻ റൂമിൽ വെച്ചുള്ള നോമിനേഷൻ ആണെങ്കിൽ ഏതൊക്കെ ആളുകൾ ആരുടെയൊക്കെ പേരുകൾ പറഞ്ഞിട്ടുണ്ടെന്നറിയില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം അഭിപ്രായങ്ങളായിരിക്കും അവർ പറയുന്നത്. പക്ഷേ ഇന്നത്തെ നോമിനേഷൻ അൺഫെയർ ആയിട്ടാണ് സാബുമാനും നെവീനും തോന്നിയത്. നെവീൻ അങ്ങനെ തോന്നാനുള്ള കാരണം അനുമോൾ, ആദില, നൂറയുടെ ഡിസ്കഷനാണ്. കൂടാതെ സാബുമാൻ പറയുന്നത്, അനുമോള് നമ്മളെയൊക്കെ കാണുന്നത് ഒരു ക്യാമറയായിട്ടാണ്. ക്യാമറയോട് സംസാരിക്കുന്നത് പോലെയാണ് അനുമോള് നമ്മളോട് സംസാരിക്കുന്നത് വഴി അനുമോള് പുറത്തേക്ക് കണ്ടന്റ് കൊടുക്കുകയാണ്. അതായത് പ്രേക്ഷകർക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഈ സെയിം ടോപ്പിക്ക് ആദില, നൂറ, മസ്താനി, ലക്ഷ്മി എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, അനുമോൾക്ക് ഒരു ലിസണറെ മതി. അനുമോൾക്ക് പ്രേക്ഷകരോട് പറയാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളോട് സംസാരിക്കുന്ന രീതിയിൽ അനുമോള് പുറത്തേക്ക് വിടുന്നുണ്ട്, കണ്ടന്റ് പുറത്തേക്ക് കൊടുക്കുന്നുമുണ്ട്. അനുമോളുടെ ആ ഒരു നാടകം പക്ഷേ സാബുമാന് ഇപ്പോഴാണ് മനസ്സിലായത്. ആ കാര്യവും സാബുമാൻ നെവീനോട് പറയുന്നു. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.